ഇന്നത്തെ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നതായിരിക്കും. Hi everyone, good morning. So welcome to English with JC. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി 2 ടിപ്സോടെ തന്നിരുന്നു. Day 1 and day 2 I gave you 2 tips. The first tip was watch which part of your body that you're using to speak English. The second tip was you have to combine your reading and your listening together. അതായത് നമ്മുടെ ആദ്യത്തെ 2 ടിപ്പ്. Okay. ഇനി നമുക്ക് third ടിപ്പിലോട്ട് പോകാം. എഴുതി വെച്ചോളൂ. Tip number 3. This is one of the main tips to improve your pronunciation. Okay. Practice speed reading. ഒന്നുകൂടെ ഞാൻ പറയാം. Practice speed reading. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്പീഡിൽ നമുക്ക് ഒരു പാരഗ്രാഫോ ഒരു ആർട്ടിക്കിളോ വായിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ അത് വായിക്കാനായിട്ട് നോക്കണം. ഈ സ്പീഡിൽ വായിക്കുന്നതിന് 2-3 ഗുണങ്ങളുണ്ട്. I will tell you. The first main thing about speed reading is we will be able to understand how one word is connecting to the next word. എങ്ങനെയാണ് ഒരു വേർഡിൽ നിന്ന് അടുത്ത വേർഡിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ഒരു സൗണ്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരു വേർഡിന്റെ സൗണ്ടിൽ നിന്ന് അടുത്ത വേർഡിന്റെ സൗണ്ടിലോട്ട് എങ്ങനെയാണ് നമുക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. So what I would recommend you to do is that I would say that ഇതിനെ പറ്റി ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട whatever you think about your favorite news article, maybe your favorite artist. You can take out a paragraph from your favorite artist or a news that you like, and then what you need to do is that you need to time it. നിങ്ങൾ ടൈം ചെയ്യണം. ഒരു ഫേവറേറ്റ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ന്യൂസിലെ ഒരു ആർട്ടിക്കിളോ നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ടൈം ചെയ്യുന്നു. നിങ്ങൾ 3 രീതിയിലാണ് ഇത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നിങ്ങൾ ഇതൊരു 2 മിനിറ്റ്സ് ടൈം ചെയ്യണം, പിന്നെ നിങ്ങൾ ഇതൊരു 1.5 മിനിറ്റ് ടൈം ചെയ്യണം, പിന്നെ നിങ്ങൾ ഇതൊരു 60 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡിലോ ടൈം ചെയ്യണം. First, you need to time it for 2 minutes. Then you have to time it for 1.5 minutes. Then you time it for at least 50 to 60 seconds. The same paragraph തന്നെ ഒരു പാരഗ്രാഫ് തന്നെ നിങ്ങൾ ഈ 3 പ്രാവശ്യം ഡിഫറെന്റ് സ്റ്റൈലായിരിക്കും വായിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ 2 മിനിറ്റിൽ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് പതുക്കെ ആയിരിക്കും വായിക്കാൻ പോകുന്നത്. 1.5 മിനിറ്റിലോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടി സ്പീഡ് കൂടും. 60 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡിലോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടി സ്പീഡ് കൂടും. അപ്പോൾ ഇത് 3 നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഓരോ വേർഡ്സിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊണൗൺസിയേഷൻ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ വേർഡിൽ നിന്ന് രണ്ടാമത്തെ വേർഡിലോട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ വേർഡിലോട്ട് കണക്ട് ചെയ്ത് പോകുന്നത്. യുവർ കണക്റ്റീവ് സ്പീച്ച് എങ്ങനെയാണ് നിങ്ങൾ ആ വോയിസുകൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വാട്ട്സ് അപ്പ് മാൻ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഈ സാധനത്തിന് 3 സ്റ്റൈലിൽ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. വാട്ട്സ് അപ്പ് മാൻ, വാട്ട്സ് അപ്പ് മാൻ, വാട്ട്സ് അപ്പ് മാൻ. ഈ 3 കാര്യം ഞാൻ പറഞ്ഞ സെയിം തിങ് തന്നെയാണ്. പക്ഷെ എനിക്ക് 3 ഡിഫറെന്റ് ഇമോഷൻസ് ആണ്, 3 ഡിഫറെന്റ് എന്താ പറയുക സ്റ്റേജിലാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഹാപ്പി ആയിരുന്നു, ഒന്ന് ഓക്കെ ഹാപ്പി ആയിരുന്നു, പിന്നെ ഭയങ്കര ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന രീതിയിൽ ആ ടോണിന്റെ ഡീവിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ പോലെ തന്നെയാണ് സ്പീഡ് റീഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേഗം അല്ലെങ്കിൽ എത്ര സ്പീഡിൽ നമ്മൾ ഒരു പാരാഗ്രാഫോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വായിക്കുന്നു അത്രയും നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ വേർഡ് പ്രൊണൗൺസിയേഷൻ എങ്ങനെ പിടിക്കാൻ പറ്റും, ഓരോ വേർഡിൽ എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ വേർഡിന്റെ സൗണ്ടുകൾ എങ്ങനെയാണ് നമുക്ക് പ്രൊണൗൺസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മെയിൻ തിങ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം, നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യുക, പിന്നെ ഒരു 1.5 മിനിറ്റ് റെക്കോർഡ് ചെയ്യുക, പിന്നെ ഒരു 50-60 സെക്കൻഡ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ കമ്പാരിസൺ നോക്കുക, നിങ്ങൾ കേട്ട് നോക്കുക എങ്ങനെയാണത്, എങ്ങനെയാണ് ഇതിന്റെ സൗണ്ട്. ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ പറയുന്ന ടിപ്പുകളെല്ലാം എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യരുത്. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ദിവസങ്ങളിൽ 10 മിനിറ്റ് അതിൽ കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുകയും ചെയ്യും. Okay, so that was my tip number 3 and I will see you with tip number 4 hopefully tomorrow or day after tomorrow. You all have a great day. Thank you. I hope that you like my videos and I'm hoping that you will share, subscribe and like this video. Please make sure നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോസ് കാണാനായിട്ട് പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള ടിപ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നോക്കിയിരിക്കുക. താങ്ക് യു സോ മച്ച്. ഐ ആം ടേക്കിംഗ് ലീവ്. പീസ്. ബൈ ബൈ.